ഡോക്ടർ വി ശിവദാസൻ എം പി സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിച്ച് ന്യായീകരിക്കുകയാണ്. ഇത് തെരഞ്ഞെടുപ്പ് പ്രോസസ്സിനെ ക്ലീൻ ചെയ്യാനാണ്, ശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്, എല്ലാ കക്ഷികളും സഹകരിക്കുകയാണ് വേണ്ടത് എന്ന് ആവർത്തിച്ചു പറയുന്നു. എന്നാൽ ഇന്ന് പ്രതിപക്ഷം ഒന്നടങ്കം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന പ്രക്രിയയാണ്. ഇതിങ്ങനെ പോയാൽ ബീഹാറിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പങ്കാളികളാകില്ലെന്ന് RJD പറയുന്ന സാഹചര്യം വരെ ഉണ്ടാവുന്നു. അപ്പോൾ BJP ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഈ സുപ്രീം കോടതി ഉത്തരവുകൾക്ക് വിധേയമായിട്ടല്ലേ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടക്കുന്നത്? അവിടെ പൗരത്വം ഇല്ലാത്തവർക്ക് വോട്ട് കൊടുക്കണമെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ എന്ന ഈ ചോദ്യത്തിന് എന്താ മറുപടി, ഡോക്ടർ വി ശിവദാസൻ? ഇവിടെ BJPയുടെ പ്രതിനിധി സംസാരിക്കവേ തുടക്കത്തിൽ തന്നെ പറഞ്ഞു 98 ഓൾറെഡി ഇലക്ടേഴ്സിനെ കവർ ചെയ്ത് കഴിഞ്ഞു എന്ന് ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയണ്ടേ. ഹിന്ദു പത്രം അദ്ദേഹം ആ പേരുപയോഗിക്കാൻ കാരണം ഹിന്ദുവിന് വളരെ സ്വീകാര്യതയുണ്ട്, ഹിന്ദു പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെല്ലാം അംഗീകരിക്കും എന്നുള്ളത് കൊണ്ടായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകുക. എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്? എന്താണ് ഇന്ന് ഹിന്ദു പത്രത്തിൻ്റെ 1-ാം പേജിലെ റിപ്പോർട്ട്? ഹിന്ദു പത്രത്തിൽ റിപ്പോർട്ട് ഇങ്ങനെയാണ്: മോർ ദാൻ 98.01% ഓഫ് എലക്ടേഴ്സ് ഹാവ് ബീൻ കവേർഡ് ബൈ ദ SIR എക്സസൈസ്, ദ ഇലക്ഷൻ കമ്മീഷൻ സെഡ് ഇൻ എ സ്റ്റേറ്റ്മെൻറ്റ് ഓൺ വെനസ്ഡേ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹിന്ദു പത്രം പറഞ്ഞു എന്നാണോ, അതല്ല ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു എന്നാണോ? അതിനുശേഷം വീണ്ടും ഇലക്ഷൻ കമ്മീഷൻ പറയുന്നുണ്ട് 20 lakh പീപ്പിൾ ഹാവ് ഡൈഡ്, 28 lakh പീപ്പിൾ ഹാവ് പെർമനൻ്റ്ലി മൈഗ്രേറ്റഡ്. അവർ ഇലക്ഷൻ കമ്മീഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ തുടരുകയാണ്. ഞാനിവിടെ പറഞ്ഞത് തെറ്റായ വാദമുഖങ്ങൾ, തെറ്റായ ഉദ്ധരണികൾ ചേർത്തുകൊണ്ട് നമ്മളോട് സംസാരിക്കുക എന്നുള്ളത് അത്രമാത്രം ശരിയായിട്ടുള്ളൊരു കാര്യമാണോ? ഇനി അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ വോട്ടവകാശം നിഷേധിക്കപ്പെടുന്നതിനെക്കുറിച്ച്, അതിൻ്റെ പ്രയാസങ്ങളെക്കുറിച്ച് NDAയുടെ ഘടകകക്ഷിയായിട്ടുള്ള MP തന്നെ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്താ പറഞ്ഞത്? NDA ഘടകകക്ഷിയായിട്ടുള്ള ബംഗാ ഗിർധാരി യാദവ് പറഞ്ഞത് വലിയ ചർച്ചയായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, ഇലക്ഷൻ കമ്മീഷന് പ്രായോഗികമായ അറിവില്ല, എനിക്ക് തന്നെ അപേക്ഷ കൊടുക്കാൻ 10 ദിവസം വേണ്ടി വന്നു. ബീഹാറിലെ താഴെത്തട്ടിലുള്ള അവസ്ഥ ഇലക്ഷൻ കമ്മീഷന് യാതൊരു വിധത്തിലും മനസ്സിലാക്കാനായിട്ടില്ല എന്ന് BJPയുടെ ഘടകകക്ഷിയായിട്ടുള്ള പാർട്ടിയുടെ, NDA ഘടകകക്ഷിയായിട്ടുള്ള പാർട്ടിയുടെ MP തന്നെ പറയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനത്തിനകത്ത് 8 കോടിയോളം വോട്ടർമാർ ഉണ്ടാവേണ്ടുന്ന ഒരു സ്ഥലമാണ്. എന്തിനാണ് ഇവർ നടത്തുന്ന ഈ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡ്രൈവ് ഉണ്ടല്ലോ, അത് ഒരർത്ഥത്തിലും ബീഹാറിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ വോട്ടവകാശം ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒന്നല്ല, മറിച്ച് അത് ബീഹാറിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ വോട്ടർ പട്ടികയിൽ നിന്ന് എല്ലാ അർത്ഥത്തിലും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ഒന്നാണ്. അവർ പറഞ്ഞിരിക്കുന്ന വിവിധ അനുബന്ധ രേഖകൾ ഏതൊക്കെയാണ്? നമ്മുടെ എല്ലാം കയ്യിൽ ആധാറും അതുപോലെ വോട്ടർ ID-യും അത് പ്രധാനപ്പെട്ട ഒരു രേഖയായിട്ടാണ് ഞാനും നിങ്ങളും ഒക്കെ കണക്കാക്കുന്നത്. പക്ഷേ ബീഹാറിൽ എന്താ ഇവർ ചെയ്തിരിക്കുന്നത്? 985 മുമ്പ് ജനിച്ചവർക്കാണെങ്കിൽ ഇന്ന ഡോക്യുമെൻറ്റുകൾ നിർബന്ധമായിട്ട് വേണമെന്ന് പറയുന്നു. എന്തൊക്കെ ഡോക്യുമെൻ്റാണ്? അതിനുശേഷം വീണ്ടും പറയുകയാണ്, ഇവിടെ വിശദീകരിക്കപ്പെട്ടതുകൊണ്ട് ഞാൻ പോകുന്നില്ല, വീണ്ടും പറയുകയാണ് എന്താണ്, 85-ന് ശേഷം ജനിച്ചവർക്ക് അച്ഛൻ്റെയും അമ്മയുടെയും ഉൾപ്പെടെയുള്ള ജനന സർട്ടിഫിക്കറ്റുകളും മറ്റ് അതുപോലുള്ള ജനന സ്ഥലത്തിൻ്റെ ഡോക്യുമെൻറ്റുകളും ഒക്കെ വെച്ചിട്ട് അപേക്ഷിക്കണമെന്ന് പറയുകയാണ്. എങ്ങനെയാണ് കേവലം 1 മാസക്കാലം കൊണ്ട് ബീഹാറിലെ 8 കോടിയോളം വരുന്ന വോട്ടർമാരുടെ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നതിലേക്ക് ഇലക്ഷൻ കമ്മീഷന് പ്രവർത്തിക്കാൻ പറ്റുക? അതിനുമപ്പുറത്ത് ഇവിടെ ചർച്ച ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ നിൽക്കുകയാണ്. അജിത് അഞ്ജു, അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു മാധ്യമപ്രവർത്തകൻ. ആ മാധ്യമപ്രവർത്തകൻ്റെ റിപ്പോർട്ട് എന്താണ്? അവിടെ ലക്ഷക്കണക്കിന് ആളുകളുടെ വോട്ട് കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടി യാതൊരുവിധ രേഖകളും ഇല്ലാത്ത നിലയിൽ കൂട്ടിച്ചേർക്കൽ നടത്തി അപ്ലോഡ് ചെയ്തതിൻ്റെ തെളിവുകളാണ് അദ്ദേഹം പുറത്തുവിടുകയുണ്ടായത്. ചോദ്യം ഇതാണ്, ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയിരിക്കുന്ന പ്രസ് നോട്ടിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. 99% ഇലക്ടേഴ്സ് ഹാവ് ഓൾറെഡി ബീൻ കവേർഡ് എന്ന് ഹിന്ദു റിപ്പോർട്ട് ചെയ്ത വിഷയമാണ്. ഇതിൽ കൃത്യമായ കണക്ക് പറയുന്നുണ്ട് എത്ര പേരാണ് 7 ലക്ഷം ഇലക്ടേഴ്സ് ഇരട്ട വോട്ടുള്ളവരായിട്ട് കണ്ടെത്തിയിരിക്കുന്നു. ആ കാര്യത്തിൽ രേഖകളുണ്ടല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്. 21.6 ലക്ഷം ആളുകൾ മരിച്ചതായിട്ട് കണ്ടെത്തിയിരിക്കുന്നു. 31.5 ലക്ഷം ഇലക്ടർമാർ പെർമനൻ്റ്ലി മൈഗ്രേറ്റഡ് ആണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ രേഖകൾ വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇനി നമുക്ക് സമീപിക്കാൻ കഴിയില്ലേ? ഹൈക്കോടതിയുടെ വിധി വരുന്നത് വരെ കാത്തിരുന്നുകൂടെ എന്നാണ് അവർ ചോദിക്കുന്നത്. ഡോക്ടർ വി ശിവദാസൻ MP. ഇവിടെ വീണ്ടും പ്രശ്നം നിൽക്കുകയാണല്ലോ. എന്ന് പറഞ്ഞാൽ ഈ വ്യാജമായ നിലയിൽ പേരുകൾ ചേർക്കപ്പെടുന്നുണ്ടെന്നും പാവപ്പെട്ട മനുഷ്യർ ഒഴിവാക്കപ്പെടുന്നുണ്ടെന്നും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മാധ്യമപ്രവർത്തകൻ്റെ പേരിൽ കേസെടുക്കുകയാണ് ചെയ്തത്. അതിനപ്പുറത്ത് ഇങ്ങനെ വ്യാജമായി ചേർത്തു എന്ന റിപ്പോർട്ടിൻ്റെ മുകളിൽ അന്വേഷണം നടത്തി കുറ്റക്കാരായിട്ടുള്ള ആളുകൾക്കെതിരെ നടപടിയെടുക്കുന്നതിലേക്കല്ല പോയത് എന്നുള്ളത് ഇവരുടെ ഉദ്ദേശം എങ്ങോട്ടാണെന്ന് വ്യക്തമാക്കുകയാണ്.
ഇവിടെ ഈ കേവലം ഒരു മാസകാലം കൊണ്ട് ഇത്രയും നടപടികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ അമ്പരക്കുകയാണ്. എന്താണ് ഈ ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മൈഗ്രൻ്റ് വർക്കേഴ്സുള്ള സ്റ്റേറ്റുകളിലൊന്നാണ്. ആയിരക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി തൊഴിലെടുക്കുന്നവരാണ്. ഇവരോട് മുഴുവൻ നിങ്ങൾ ഈ ഒരു മാസകാലം കൊണ്ട് വന്നിട്ട് നിങ്ങളുടെ വോട്ടർ പട്ടിക പരിശോധിച്ച് കൂട്ടിച്ചേർക്കൽ നടപടിക്ക് വേണ്ടി അപേക്ഷ കൊടുക്കണം, അപ്ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ സാധാരണക്കാരും കൂലിവേലക്കാരുമായിട്ടുള്ള മനുഷ്യർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഞാനും നിങ്ങളും കരുതുന്നുണ്ടോ? ഇന്ത്യ എന്ന രാജ്യത്തെ അറിയുന്ന ആർക്കെങ്കിലും സങ്കല്പിക്കാൻ പറ്റുമോ? എന്തിനാണ് ഇവർ ഈ പരിപാടിയായിട്ട് പോകുന്നത്? ഇത് നടപ്പിലാക്കുന്നത് ഏമാന്മാരെ സംതൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ്റെ ചെയ്തിയാണ്. ആരാണ് കമ്മീഷൻ്റെ ഏമാന്മാർ എന്നുള്ള കാര്യത്തിലൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ഏതായാലും നമുക്കെല്ലാം നല്ല ബോധ്യമുണ്ട്. പാർലമെൻറ്റിൽ നമ്മൾ ചർച്ച ചെയ്തതാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഘടനാമാറ്റത്തെക്കുറിച്ച് ഉൾപ്പെടെ, എങ്ങനെയാണ് കമ്മീഷനെ നിശ്ചയിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഉൾപ്പെടെ ഏറ്റവും വിപുലമായിട്ടുള്ള ചർച്ചകൾ നടന്നതാണ്. വിശദാംശത്തിലേക്ക് ഞാൻ പോവല്ല. പക്ഷേ ബീഹാറിലെ പാവപ്പെട്ട മനുഷ്യർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം നിഷേധിക്കുന്ന, അവരുടെ എല്ലാ അർത്ഥത്തിലുള്ള ന്യായമായ അവകാശം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളെ ന്യായീകരിക്കുകയാണ് BJP നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി തെറ്റായ ഉദ്ധരണികൾ അവർ ചേർത്ത് വെക്കുകയാണ്. Debate with Dr. Arun Kumar.